ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 104-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ 967-ാമത്തെ നാമം മുതൽ 975 വരെയുള്ള നാമങ്ങളാണ് കാണാൻ പോകുന്നത്. ഭൂർഭുവസ്വസ്തരസ്താരഃ സവിതാ പ്രപിതാമഹഃ യജ്ഞോ യജ്ഞപതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹനഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഭൂർഭുവസ്വസ്തരു, താര, സവിത, പ്രപിതാമഹഃ, യജ്ഞ, യജ്ഞപതി, യജ്വ, യജ്ഞാംഗ, യജ്ഞവാഹന എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് ഭൂർഭുഹ സ്വസ്താരു. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഈ ജീവന്റെ ഒക്കെ ഒരു മരമാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവനും, ഈ ലോകം മുഴുവനും നടക്കുന്ന സൃഷ്ടികളുടെ, അതായത് ഭൂലോകമായാലും ഭുവർലോകമായാലും പാതാളമായാലും സ്വർഗമായാലും എല്ലായിടത്തും നടക്കുന്ന ഓരോ സൃഷ്ടിയുടെയും മൂല കാരണമാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. അപ്പോൾ വേദത്തിലാണെങ്കിൽ ഭൂർഭുവ സ്വ എന്ന് പറയുന്നത് 3 ലോകങ്ങളെ കുറിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഈ ലോകം എന്നാൽ ആ ഒരു നമുക്ക് തോന്നുന്ന അനുഭവത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ, അതായത് വ്യാഹൃതി എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ നമുക്ക് എപ്പോൾ സംഭവിക്കുമെന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ജാഗ്രത, നിദ്ര, സുഷുപ്തി എന്നീ കാലഘട്ടങ്ങളിലാണ് സംഭവിക്കുന്നത്. അതായത് ഒരു യജ്ഞം നമുക്ക് എങ്ങനെയാണോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സഹായിക്കുന്നത്, അതുപോലെ തന്നെയാണ് സാക്ഷാൽ നാരായണൻ എല്ലാത്തിൻ്റെയും ഒരു സാരമായി ഒരു മരത്തിൽ നിന്നും എങ്ങനെയാണോ ജീവനാകുന്ന പുഷ്പങ്ങൾ വിടർന്നു വരുന്നത്, ആ ഒരു അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്, അതിൽ നിന്നും ഭഗവാൻ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഒരു പിന്തുണയായി നിൽക്കുന്നു. അടുത്ത നാമം താര എന്നാണ്. അതായത് ഏതൊരു വിഷമമായ ഘട്ടത്തിലും അതിനെ മറികടക്കുവാൻ സഹായിക്കുന്ന ഒരു ശക്തിയെ നമ്മൾ തറ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ എങ്ങനെയാണോ ഒരു ഭക്തൻ തന്നിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് നിൽക്കുന്നത്, അവരുടെ ആ ഒരു പവിത്രമായ, ആ ഒരു സത്യമായ ആ ഒരു ഭക്തിക്ക് എപ്പോഴും പിന്തുണയായി നിൽക്കുന്നു. ഈ സംസാരമാകുന്ന ആ സമുദ്രത്തെ മറികടക്കുവാൻ അവരെ സഹായിക്കുന്നു. അവർ ധ്യാനിക്കുമ്പോൾ അവരുടെ മനസ്സിലാക്കുന്ന ആ കഴിവ് ഭഗവാൻ കൊടുക്കുന്നു. അതുമാത്രമല്ല, അവർ എണീക്കുന്ന സമയത്ത്, അതായത് ജാഗ്രതയായി ഇരിക്കുന്ന സമയത്താണ് അവർക്ക് ബ്രഹ്മം എന്ന ആ ഒരു അനുഭവത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ധര എന്ന നാമധേയം. അടുത്ത നാമധേയം സവിത എന്നാണ്. അതായത് എല്ലാവിധ സൃഷ്ടികളുടെയും ഒരു താതനായി നിൽക്കുന്നു സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു അച്ഛനായി നോക്കിക്കണ്ടു നിൽക്കുന്നതിനാൽ ഭഗവാന് സവിത എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രപിതാമഹ എന്നാണ്. അതായത് ഈ ഒരു സൃഷ്ടിയുടെയൊക്കെ അച്ഛനായി നമ്മൾ കാണുന്ന ആ ബ്രഹ്മാവിനു പോലും ഒരു താതനായി നിൽക്കുന്ന ഒരു ശക്തിയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്. നമ്മൾ എപ്പോഴും ആ ഒരു 3 പേരെ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ 3ആയി കാണുന്നുവെങ്കിലും ആ മൂല ശക്തി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ആ സാക്ഷാൽ മഹാവിഷ്ണു ഒരു താമരത്തണ്ടിൽ നിന്നുകൊണ്ട് പിതാമഹൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെ എടുത്തുകൊണ്ട് ഓരോ സൃഷ്ടി നടത്തുകയും അതിനുള്ള പ്രേരണ കൊടുക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവുമാണ്. അടുത്ത നാമധേയം യജ്ഞ എന്നാണ്. അതായത് ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ ഒരു യജ്ഞത്തെ പോലെ നമ്മൾ അതിൽ പൂർണ്ണമായും മനസ്സ്, ബുദ്ധി, കർമ്മം എല്ലാത്തിനെയും കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു അവരുടെ പ്രവൃത്തികൾക്ക് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു. നമ്മൾ എങ്ങനെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പൂർണ്ണ ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പൂർണ്ണതയിൽ ആയിരിക്കും
വരുന്നത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ശ്രദ്ധ മാറിപ്പോകുമ്പോൾ, മായയുടെ ആ ഒരു പ്രേരണ മൂലം ശ്രദ്ധ മാറുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നമ്മുടെ ഓരോരോ ഫലവും മാറും. അടുത്ത നാമധേയം യജ്ഞപതി എന്നാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഒരു നാഥനാണ് സാക്ഷാൽ മഹാവിഷ്ണു. അതായത് എങ്ങനെയാണോ മനസ്സുകൊണ്ട് നമ്മൾ പൂർണ്ണതയായി നിൽക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ലഭിക്കുന്നു, ആ ഒരു യജ്ഞത്തിന്റെ പ്രവൃത്തി മൂലം നമ്മൾ അത്രയും മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം കൊണ്ട് കേന്ദ്രീകരിച്ച് അത്രയും പാടുപെട്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതുപോലെയാണ് ഭഗവാന് ഓരോ ഭക്തനും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായി സന്തോഷിക്കുന്നു ഭഗവാൻ. അതിനാൽ ഭഗവാന് യജ്ഞപതി എന്ന നാമധേയം. അടുത്ത നാമധേയം യജ്വ എന്നാണ്. അതായത് എങ്ങനെയാണോ ഒരു യജ്ഞം ചെയ്യുവാൻ വേണ്ടി വേദങ്ങളിൽ പല 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 ന്യായധർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ആരാണോ ചെയ്യുന്നത് അവരെയൊക്കെ ഭഗവാൻ ദൈവികമായ പ്രവൃത്തി മൂലം ആ യജ്ഞത്തിന്റെ ഒരു ഫലമായി അവർക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നതിനാൽ ഭഗവാന് യജ്വ എന്ന നാമധേയം. അടുത്ത നാമധേയം യജ്ഞാംഗ എന്നാണ്. അംഗ എന്നാൽ കൈകാലുകൾ എന്നർത്ഥം. അപ്പോൾ ആ ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സമർപ്പിക്കുന്നത് അതിനൊക്കെയായിട്ട് ഭഗവാൻ ആ ഒരു നാരായണൻ സ്വന്തം കൈകൊണ്ട് അവർക്ക് അനുഗ്രഹം ചൊരിയുന്നു. അവർ മനസ്സുകൊണ്ട് എന്താഗ്രഹിക്കുന്നുവോ അത് നടത്തി കൊടുക്കുന്നു. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് യജ്ഞവാഹന എന്ന്. അതായത് ഏതൊരു ഭഗവാനാണോ ഒരു യജ്ഞത്തെ പൂർണ്ണമായി ഒരു ഫലത്തോടു കൂടി വേദത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൊടുക്കാൻ സാധിക്കുന്നത്, ആ മഹാശക്തിയെ യജ്ഞവാഹന എന്ന് പറയുന്നു. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു യജ്ഞവാഹനനായി തീരുന്നു. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഭൂർഭുവ സ്വസ്തരു താര സവിത പ്രപിതാമഹ യജ്ഞ യജ്ഞപതി യജ്വ യജ്ഞാംഗ യജ്ഞവാഹന എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഭൂർഭുവ സ്വസ്തരസ്താര സവിത പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്വ യജ്ഞാംഗോ യജ്ഞവാഹനഃ. താങ്ക് യു.